നമസ്കാരം പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായിട്ട് ഒരു ഡോക്യുമെൻ്ററിയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഓൾറെഡി ഓൺഗോയിങ് ആയിട്ടുള്ള വിസിൽ ബ്ലോവർ എന്ന പ്ലേലിസ്റ്റിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡോക്യുമെൻ്ററിയാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരുമാതിരിപ്പെട്ട ഡോക്യുമെൻ്ററി സെഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചുറ്റും പല ഞെട്ടിക്കുന്ന സത്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. ഇതിനെപ്പറ്റി അധികം ആരും സംസാരിച്ച് കേൾക്കാത്തത് എന്താണെന്ന് ചോദിക്കാം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് എടുക്കുന്നത് അത്തരത്തിലുള്ളൊരു ഡോക്യുമെൻ്ററിയാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനൊരു സംഭവം ഇത്രയും വർഷങ്ങളായിട്ട് നടക്കുന്നു എന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളിതിനെക്കുറിച്ച് വണ്ടറടിക്കും എന്താണ് ഈ സംഭവിക്കുന്നതെന്ന്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെൻ്ററിയുടെ പേരാണ് ഗോയിങ് ക്ലിയർ സയൻറ്റോളജി ആൻഡ് ദ പ്രിസൺ ഓഫ് ബിലീഫ്. 2015 അലക്സ് കിബിനി എന്ന ഡയറക്ടർ ചെയ്ത ഡോക്യുമെൻ്ററി. ഇത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര വിവാദമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ വസ്തുതയല്ല എന്നും ഇത് ഉപയോഗിച്ച് കുപ്രസിദ്ധി ആർജിക്കുന്ന സിനിമകൾ പ്രൊമോട്ട് ചെയ്യരുതെന്നും ധാരാളം പേർ പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹാവ് യു ഹേർഡ് അബൌട്ട് സയൻറ്റോളജി? I'm a Scientologist, okay? That's A. Scientology doctrine. ഈ സയൻറ്റോളജി എന്ന സംഭവം എങ്ങനെയാണ് ഈ പാശ്ചാത്യ സംസ്കാരത്തെ ബാധിക്കുന്നത്, അവിടെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ ജീവിതം ഇതിനെങ്ങനെയാണ് മാറ്റുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു സെഷനിൽ സംസാരിക്കുന്നതായിരിക്കും. സോ അധികം സമയം കളയുന്നില്ല, ലെറ്റ്സ് ബ്രേക്ക് ദ ഫോർത്ത് വോൾ. സിനോപ്സിസ്. മുൻ സയൻറ്റോളജി വക്താവായ ലോറൻസ് റൈറ്റിൻ്റെ ഗോയിങ് ക്ലിയർ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഡോക്യുമെൻ്ററി വന്നിരിക്കുന്നത്. ഇത് ഞാൻ കണ്ടു തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഇതിനെപ്പറ്റിയൊന്നും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. സയൻറ്റോളജി എന്നുള്ള വാക്കിട്ടപ്പോൾ സംതിങ് ഹാസ് ടു ഡു വിത്ത് സയൻസ് എന്നുള്ളൊരു വിചാരത്തിൽ ഞാനിത് കണ്ടു തുടങ്ങിയത്. പക്ഷേ ഇതിങ്ങനെ കണ്ട് പ്രോഗ്രസ് ചെയ്ത് വന്നപ്പോൾ ഇതിൻ്റെ സ്വഭാവമൊക്കെ മാറാൻ തുടങ്ങി. ഇതിങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു, അല്ലെങ്കിൽ ഇവിടെ അമേരിക്കയിൽ നടക്കുന്നുണ്ട്, ഇതിന് പിന്നിൽ കുറേ ആൾക്കാരുണ്ടെന്നൊക്കെ ഉള്ള ഒരു വിഷയം വന്നപ്പോഴേക്കും എനിക്ക് അതൊരു റെവലേഷനായിരുന്നു. പ്രധാനമായിട്ട് ഇവിടെ വരുന്നത് വിശ്വാസമാണ്. മതം എന്ന് പറയുന്നത് എങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഇതിലേക്ക് മാറുന്നു, സമൂഹം ഈ മതമായിട്ട് എങ്ങനെ അനുരൂപരായി കഴിയുന്നു, അത് എത്രത്തോളം ആൾക്കാരെ തീവ്ര മനോഭാവം സൃഷ്ടിക്കുന്നുണ്ട്, ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലോകത്ത് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന 4000 തരം മതങ്ങളുണ്ടെന്നാണ്. ഇപ്പം നമ്മുടെ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരം മതം എന്ന് പറയുന്ന ഒരു ഹോട്ട് ടോപ്പിക് ആണെന്ന് പറയാം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യ വിട്, പ്രത്യേകിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം തരം റിലീജിയൻ നിങ്ങൾക്ക് പേര് പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ജൂതൻ, പ്രൊട്ടസ്റ്റന്റ്, ജൈനൻ, ബുദ്ധൻ, സിഖ് മതം, ഹേമിഷ് മതം, അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇതല്ലാതെ ചില ആൾക്കാർ ഉൾനാടൻ മതങ്ങളുണ്ട്, കൾട്ടുകളുണ്ട്, അങ്ങനെ ഉണ്ട്. എന്നാൽ സയൻറ്റോളജി എന്നുള്ളത് ഒരു മതമാണ് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല. അതിന് സ്വന്തമായിട്ടൊരു ആരാധനാലയമുണ്ട്. സൈക്കോളജിയോട് അടുത്ത് വരുന്ന ചില രീതികളാണ് ഇതിന് അടിസ്ഥാനമായിട്ടുള്ളത്. ഇതിന് രസകരമായ വസ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1953 ഈ സംഭവം തുടങ്ങുന്നത്. തുടങ്ങി വെച്ചതാണെങ്കിലോ റോൺ ഹബേർഡ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ. ഇയാളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇയാളൊരു നേവൽ ഓഫീസറാണ്, 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇദ്ദേഹം നല്ലൊരു ഫിക്ഷൻ സ്റ്റോറി റൈറ്ററാണ്. ഇദ്ദേഹമാണ് ചർച്ച് ഓഫ് സയൻറ്റോളജി എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഹിസ്റ്ററി ഓഫ് ഡയനറ്റിക്സ് എന്ന് പറയുന്നത്. അതാണ് ഈ സയൻറ്റോളജിയുടെ ബൈബിളായിട്ട് കരുതുന്നത്. ഡോക്യുമെൻ്ററിയിൽ ആദ്യം ഇദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്. ഇദ്ദേഹം എങ്ങനെയുള്ള ഒരാളാണ്, ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണ്, അദ്ദേഹത്തിൻ്റെ മനോനില എത്രത്തരമാണ്, അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം മറ്റുള്ള ആൾക്കാരും അയാളുടെ ബന്ധുക്കൾ, ഭാര്യ, അങ്ങനെയുള്ളവരോടൊക്കെ സംസാരിച്ച് അതിൽ നിന്ന് ഊഹിച്ചെടുക്കുന്ന ഒരു കൺക്ലൂഷനിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഇനി അയാൾ കൊണ്ടുവന്ന ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലേക്ക് വരികയാണ്. എഗെയിൻ ഞാനിത് പറയുന്നതിന് ഒരു ഡിസ്ക്ലെയിമർ പറയട്ടെ. മതം എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. വിശ്വാസം ഇതൊന്നും എല്ലാവർക്കും ഓരോരുത്തർക്കും അവരുടേതായ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അതിലേക്ക് ഞാനൊന്നും കയറി ഇടപെടുന്നില്ല, ഞാൻ അതിനെക്കുറിച്ച് യാതൊന്നും പറയുന്നുമില്ല. എനിക്കൊരു വിശ്വാസമുണ്ട്, നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്.
എങ്കിലും ഇത് കണ്ടുപിടിച്ചെന്ന് പറയുന്ന ഈ റോൺ ഹബേർഡ് എന്ന് പറയുന്ന ചേട്ടൻ ആളത്ര നല്ല സ്വഭാവമല്ല, അല്ലെങ്കിൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി അത്ര കറക്റ്റൊന്നുമല്ല. ഈ ഡോക്യുമെൻ്ററി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കൊരു പൊടിക്ക് കിറുക്കുണ്ടെന്നാണ് പറയണത്. അങ്ങനെയാണ് ഒരു വെപ്പ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ചില കാര്യങ്ങൾ പുസ്തകമാക്കുകയും അതൊരു മതത്തിലേക്ക് കൊണ്ടുവരികയും അത് മതമാക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അതിലും കോമഡിയാണ്. ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധനാലയങ്ങൾക്ക് ഒരിക്കലും അല്ലെങ്കിൽ വിശ്വാസത്തിനും ടാക്സ് കൊടുക്കണ്ട എന്നുള്ളതാണ്, പ്രത്യേകിച്ച് US-ൽ. ഈ ഡോക്യുമെൻ്ററിയിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് രാത്രികളിൽ വളരെ വൈകിക്കൊണ്ട് ധാരാളം പരീക്ഷണങ്ങളൊക്കെ ഇദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നു. എന്തോ ഒരു വലിയ കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം നടത്തുന്നത്. ഇതിൻ്റെ ശ്രമഫലമായിട്ട് ഫിസിക്സ് ലാബിൽ കാണുന്ന ചില യന്ത്രങ്ങൾ പോലെ ഒരു യന്ത്രം വികസിപ്പിച്ചെടുക്കുകയും അതിന് രണ്ടറ്റത്ത് 2 ഇരുമ്പിൻ്റെ ഒരു കുഴൽ പിടിപ്പിച്ച് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുന്നു. അതിന് ശേഷം ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മീറ്ററിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. സാമൂഹികപരമായ ചില ചോദ്യങ്ങൾ ഇദ്ദേഹം ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതനുസരിച്ച് ഈ യന്ത്രം പ്രവർത്തിക്കുന്നു. ഇത് പ്രവർത്തിക്കുന്നതിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഈ ചോദ്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ഇങ്ങനെയാണ് ഈ സാധനത്തിൻ്റെ സംഭവം വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ വെക്കുമ്പോൾ ഈ മീറ്റർ വേരിയേഷൻ നടക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്തായാലും വേരിയേഷൻ നടക്കുന്ന ആ ഒരു വിഷയത്തെപ്പറ്റി വീണ്ടും വീണ്ടും ഊന്നി ചോദിക്കുമ്പോൾ അത് ഈ ചോദ്യം കേൾക്കുന്ന ആളിൽ ഒരു നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവും, ഒരു സ്റ്റിമുലസ് ഉണ്ടാവും. അങ്ങനെയുള്ള രീതിയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ഇദ്ദേഹത്തിനുള്ളിലൊരു പരിവർത്തനം ഉണ്ടാവുകയും അയാൾക്ക് മനസ്സിനൊരു പിരിമുറുക്കമൊക്കെ കുറഞ്ഞ് നല്ലൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നു, നല്ലൊരു റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ സൈന്റോളജിയുടെ ആശയത്തിൻ്റെ പ്രത്യേകത. ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം സമൂഹത്തിൽ പെട്ടെന്ന് പ്രത്യേകിച്ച് ആ സമയത്ത് ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ പ്രസക്തി ആർജിക്കുന്നുണ്ട്. ശേഷം ഇതൊരു മതമാക്കി മാറ്റാനുള്ള ശ്രമവും ഇദ്ദേഹം തുടങ്ങുന്നുണ്ട്. എന്താ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ ടാക്സിൽ നിന്ന് ഒഴിവാക്കുക. ഇയാൾക്ക് ജന്മം ചെയ്താൽ ടാക്സ് കൊടുക്കാൻ താല്പര്യമില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഐഡിയയിൽ നിന്ന് ധാരാളം വിശ്വാസികളൊക്കെ നേടിയ ഈ ഒരു വിശ്വാസം അല്ലെങ്കിൽ സൈന്റോളജി എന്ന കൺസെപ്റ്റ് പെട്ടെന്ന് ക്ലച്ച് മാറുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ സെലിബ്രിറ്റീസ് ഇതിൻ്റെ പിന്നിൽ കയറുമ്പോഴാണ്. എന്തായാലും ഇന്ന് സൈന്റോളജി എന്ന് പറയുന്നത് റോൺ ഹബേർഡ് എന്ന് പറയുന്ന പുള്ളി മരിച്ചുപോയി. അദ്ദേഹത്തിന് ശേഷം അയാളുടെ കയ്യിൽ നിന്ന് ഡേവിഡ് മിസ്കവേജ് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലേക്ക് വരികയും പിന്നീട് ഈ ചർച്ച് ഓഫ് സൈന്റോളജി ഒരു കോർപ്പറേറ്റ് എൻ്റർപ്രൈസായി മാറുകയാണ്. ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഒരു ടൈപ്പ് പെട്ടുപോയി എന്നൊക്കെ പറയില്ല, കൾട്ടിൽ പെട്ടുപോയി. അവർക്ക് മോചനം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, മോചനം വേണമെന്ന് കരുതിയിട്ട് പക്ഷെ അവർ വിടാതെ ഇതിൽ പിടിച്ചു നിർത്തുന്ന ഒരു രീതിയിലുണ്ട്. അങ്ങനെ ഒരു ലെവലിലേക്കാണ് ഈ ഡോക്യുമെൻ്ററി നമ്മളെ നയിക്കുന്നത്. തുടർന്ന് എന്താണ് ഇതിൻ്റെ സംഭവം, ഈ സൈന്റോളജി എന്താണെന്നൊക്കെ അറിയണം, ശരിക്കറിയണമെങ്കിൽ യു ക്യാൻ വാച്ച് ദിസ് വീഡിയോ. ഇനി കാസ്റ്റ് അഗെയിൻ ഡോക്യുമെൻ്ററിയാണ്. ഇതിൽ കാസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ അണിയറ പ്രവർത്തകരും ഈ ഡോക്യുമെൻ്ററി ഉണ്ടാക്കാൻ ചെന്ന് സമീപിച്ച ആൾക്കാരെന്ന് പറയുന്നത് ഓൾറെഡി സൈന്റോളജിയിൽ നിന്ന് വേർപെട്ടു പോയ ആൾക്കാരാണ്. അവരോടാണ് ഈ ഇൻ്റർവ്യൂസ് നടത്തുന്നത്. അവരുടെ ഒരു ടെസ്റ്റിമണിയിൽ നിന്ന് ആ സിനിമാ മേഖലയിലുള്ള കുറേ പ്രമുഖർ ഇതിനകത്തുണ്ട്. പ്രമുഖരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഷോക്ക് വരാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. അതായത് ഹൈ പ്രൊഫൈൽ ആക്ടേഴ്സായ ജോൺ ട്രവോൾട്ട മുതൽ ടോം ക്രൂസ് വരെ സൈന്റോളജിയുടെ വക്താക്കളാണ്. പിന്നെയും ആൾക്കാരുണ്ട്, നിങ്ങളതിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടെക്നിക്കൽ സൈഡ്. ഇതിൽ കൂടുതൽ വിചിന്തനം ചെയ്യുക എന്ന് പറയുന്നത് വ്യക്തിപരമായി പോകും. കാരണം നമ്മളിത് കാണുമ്പോൾ നമുക്ക് ഓരോ അഭിപ്രായങ്ങൾ തോന്നാം, നമുക്ക് നമ്മുടേതായ കുറേ നിഗമനങ്ങളിലേക്ക് വരാം. അതെല്ലാം ഞാനിവിടെ പ്രതിപാദിച്ചാൽ അതൊരു തർക്ക വിഷയമായി മാറാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് വിവാദപരമായ വിഷയമാണ് മതം. ഒരു തരത്തിൽ നോക്കിയാൽ ഇതിനെ മതമാക്കാനുള്ള അല്ലെങ്കിൽ മതമെന്ന് വിശേഷിപ്പിക്കാൻ മാത്രം വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് ഡൗട്ടാണ്. പിന്നെ ചില എല്ലാ വ്യക്തികളും കൂടി ചേർന്ന് ഇതിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും പറഞ്ഞ് ധാരാളം മതങ്ങൾ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട മതം ഒരു കാലത്ത് തുടങ്ങിയത് ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നാകാം എന്നൊരു ആശയവും നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ സൈന്റോളജി എന്ന് പറയുമ്പോൾ ധാരാളം പ്രത്യേകതയുള്ളൊരു മതവിശ്വാസമാണ്. അതാണ് ഇതിൻ്റെ രസം. ഇതിൻ്റെ വ്യക്തികൾക്ക് പല പല മേഖലകളിലൂടെ കയറി ഏറ്റവും ഉയരത്തിൽ അല്ലെങ്കിൽ ഏറ്റവും മോൾത്തട്ടിലുള്ള അവസ്ഥയെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് എന്നുള്ളതിനൊരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമില്ല. കൂടുതൽ ഇതിനെപ്പറ്റി അറിഞ്ഞ് നമ്മൾ തുടങ്ങിക്കഴിയുമ്പോൾ അരക്കിറുക്കുള്ളൊരു വ്യക്തിയിൽ അയാളെ ബോധമണ്ഡലത്തിലുണ്ടായ അല്ലെങ്കിൽ ഭാവനയിലുണ്ടായ ചില ചിന്തകൾക്ക് അല്ലെങ്കിൽ അതിന് കേട്ടത് എന്താണ് വലിയ സത്യമാണെന്ന് കരുതി ചുക്കാൻ പിടിക്കുന്ന ചില ആൾക്കാരാണ് ഇത് മൊത്തത്തിൽ മണ്ടന്മാരാണെന്നൊരു തോന്നൽ വരും. സൈന്റോളജിയുടെ തുടക്കത്തിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഭാവം തുടർന്ന് അതിനെപ്പറ്റി അറിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം ഇവരുടെ വിശ്വാസപ്രകാരം ഈ മനുഷ്യരെല്ലാം സൃഷ്ടിച്ചതും ലോകത്തെ നിയന്ത്രിക്കുന്നതും എല്ലാം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു അന്യഗ്രഹ ജീവികളാണെന്നാണ്. അന്യഗ്രഹ ജീവികളിൽ വിശ്വസിക്കുന്ന മതങ്ങൾ ഇപ്പോഴും ലോകത്തിലുണ്ട്.
പലയിടത്തും ഇപ്പോൾ ഹിസ്റ്ററി ചാനൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ചരിത്രം ഉണ്ടായത് ഏലിയൻസിൽ നിന്നാണെന്നുള്ള ഒരു ആശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെയും അതിശക്തമായിട്ട് ഈ ഒരു ആശയത്തിൽ നിലനിൽക്കുന്നു. ടോം ക്രൂസ് എന്ന അതുല്യ നടൻ്റെ ചില അഭിമുഖങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ മുഖഭാവം, ഭ്രാന്തമായ ചിരി, തൻ്റെ വിശ്വാസം, തനിക്കുണ്ടായ ഗുണങ്ങൾ, തനിക്ക് പേഴ്സണലായിട്ടുണ്ടായ ഗുണങ്ങൾ, ഇതെല്ലാം ഇയാൾ ഇതിലാണ് ആശ്രയിക്കുന്നത്. തനിക്ക് ശാസ്ത്രത്തിൽ വിശ്വാസമില്ല, മനഃശാസ്ത്രത്തിൽ താൻ വിശ്വസിക്കുന്നേ ഇല്ല എന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞതൊരു വലിയ വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഡോക്യുമെൻ്ററി നമ്മൾ പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ, അതായത് ടോം ക്രൂസ് എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈ സയൻറ്റോളജിയും ഈ മിസ്കവേഷ് എന്ന വ്യക്തിയും എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നമുക്കും കാണാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നത് പോലും ഈ സയൻറ്റോളജിയുടെ ആൾക്കാർ നിയന്ത്രിക്കുന്നുണ്ട്. ഇവരുടെ നിയന്ത്രണത്തിലുള്ള കളിപ്പാവയാണ് ഇന്ന് അദ്ദേഹം എന്ന് ഒരു വ്യസന സമേതം അത് അറിയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഡോക്യുമെൻ്ററിയിൽ പറയുന്നത് കണ്ടപ്പോഴും കേട്ടപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ ആദ്യം ബുദ്ധിമുട്ടുണ്ടായി. ശേഷം ഞാൻ പറഞ്ഞല്ലോ, ടോം ക്രൂസിൻ്റെ ചില മാനറിസം കണ്ടാൽ നിങ്ങൾക്കും തോന്നും അദ്ദേഹത്തിന് എന്തോ ചില പ്രശ്നങ്ങളുണ്ടെന്ന്. ഇതുപോലെ തന്നെയാണ് ജോൺ ട്രവോൾട്ടയുടെ അവസ്ഥയും. ഇദ്ദേഹം ഇത് അസ്ഥിക്ക് പിടിച്ചൊരു വിശ്വാസം പോലെ കൊണ്ടു നടന്നതാണ്. റോൺ ഹബർഡ് ഒരു നോവൽ എഴുതിയത് ഇഷ്ടപ്പെട്ട് ഇദ്ദേഹം അത് സിനിമയാക്കി. ആ സിനിമ മൊത്തത്തിൽ ഫ്ലോപ്പായി പോയതും ഒരു ചരിത്രമാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ ഒരു നിഗമനം വരാൻ സാധ്യതയുള്ളത് നമ്മുടെ മനുഷ്യ മനസ്സ് ഇത്രയ്ക്ക് നിഷ്കളങ്കമായി പോകുന്നുണ്ടോ എന്നാണ്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മെ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്താൻ, നമ്മൾ നമ്മുടെ വിശ്വാസത്തെ പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് വ്യക്തിപരമായ ലാഭം കൊയ്യുന്ന ധാരാളം ആൾക്കാർ കണ്ടുപോയിട്ടുണ്ട്. കേരളത്തിൽ, ഇന്ത്യയിൽ എന്തിനാ, ലോകത്തിൽ പോലും. നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിലെ യോഗിയായ ഓഷോ രജനീഷ്, അത് ഇതിനൊരു ഉദാഹരണമാണ്. എത്ര പേരെ വേണം? നിത്യാനന്ദ പോലും ഓൺലൈൻ മീഡിയയിൽ കിടന്ന് ഹാസ്യരസങ്ങൾ തോന്നുന്ന ട്രോളുകൾക്ക് പാത്രമായ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ മാൻ ഗോഡ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർ അവരുടെ ജീവിതത്തോടു കൂടി ഈ വിശ്വാസം അല്ലെങ്കിൽ ഈ മതം അവസാനിക്കുന്നു എന്നാണ് കാണാറ്. എങ്കിലും സയൻറ്റോളജി അങ്ങനെയല്ല. ഈ ഒരു വിശ്വാസത്തിൻ്റെ അവസ്ഥ അപകടകരമായ ഒന്ന് എന്ന് നമുക്ക് അതൊരു ചിന്തയായി തന്നിട്ടാണ് ഈ ഡോക്യുമെൻ്ററി അവസാനിപ്പിക്കുന്നത്. അതിനാൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് കാണാൻ ശ്രമിക്കുക. ഈ ഡോക്യുമെൻ്ററി കണ്ട് അല്ലെങ്കിൽ അതൊന്ന് കണ്ട് കഴിയുമ്പോൾ കാണാൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എന്തെല്ലാം നിങ്ങൾ അതൊന്ന് കാണുക. നിങ്ങളുടെ നിരൂപണങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോൻ്റെ താഴെ പോസ്റ്റ് ചെയ്യുക. അടുത്തൊരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഒരു മൂവി അല്ലെങ്കിൽ ഒരു സീരീസായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരെ ഗുഡ് ബൈ.